നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. പ്രവാസികൾ നവംബർ 1 മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നമുക്ക് അതിലേക്ക് തുടങ്ങാം. പ്രവാസി മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. നവംബർ 1 മുതൽ പരിരക്ഷ ലഭ്യമായി തുടങ്ങുന്ന ഈ പദ്ധതിയിൽ വിദേശത്തുള്ള കേരളീയർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കേരളീയർക്കും കുടുംബങ്ങൾക്കും പ്രയോജനം ലഭിക്കും. ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ. ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് നോർക്ക കെയർ. വിദേശത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിലും ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർക്കും കുടുംബത്തിനുമായുള്ള പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം 2025 സെപ്റ്റംബർ 22-നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മലയാളികൾക്കും പഠനാവശ്യത്തിനായി സ്റ്റുഡൻസ് വിസയിൽ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇൻഷുറൻസിൽ ചേരാവുന്നതാണ്. നോർക്ക കെയർ എന്ന പദ്ധതിയിലൂടെ ഇന്ത്യയിലെ 14,000 ആശുപത്രികളിൽ പണരഹിത ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഇൻഷുറൻസ് പദ്ധതി. ഇനി പ്രീമിയം തുക എങ്ങനെയാണെന്ന് നോക്കാം. 7,500 രൂപയാണ് ഒരാൾക്ക് വാർഷിക പ്രീമിയം. ഭർത്താവും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബ ഇൻഷുറൻസിന് 13,275 രൂപയാണ് പ്രീമിയം. 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും 4,130 രൂപ അധികമായി നൽകണം. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കൊക്കെ പദ്ധതിയിൽ അംഗമാകാം? കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമാണ് പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക. പ്രവാസികളിൽ നോർക്ക പ്രവാസി ID കാർഡ് ഉള്ളവർക്കും സ്റ്റുഡന്റ് ID കാർഡ് ഉള്ളവർക്കും നോർക്ക കെയർ പരിരക്ഷ ലഭിക്കും. ഇനി ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. 5 ലക്ഷം രൂപയുള്ള ചികിത്സയാണ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് 70 വയസ്സുവരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതായിരിക്കും. നിലവിലുള്ള രോഗികൾക്കും ഇൻഷുറൻസ് ലഭിക്കും. അതുപോലെ തന്നെ ക്യാഷ്ലെസ് ഇല്ലാത്ത ആശുപത്രികളിൽ നിന്ന് ക്ലെയിം നൽകാൻ 60 ദിവസം വരെ സമയം ലഭിക്കും. ചികിത്സയ്ക്കായി കിടക്കുന്ന മുറിയുടെ വാടകയായി ഇൻഷുറൻസ് തുകയുടെ 1% ലഭിക്കും. ICU ചാർജുകൾക്ക് ഇൻഷുറൻസ് തുകയുടെ 2% ലഭിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപുള്ള 30 ദിവസത്തെയും പ്രവേശിപ്പിച്ച ശേഷമുള്ള 60 ദിവസത്തെയുമുള്ള ചികിത്സാ ചെലവും ലഭിക്കും. ഡേ കെയർ ചികിത്സകളും ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് അപകടമരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക പൂർണ്ണമായും നഷ്ടപരിഹാരമായി ലഭിക്കും. ഇതിനു പുറമെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് 50,000 രൂപ ചെലവിനത്തിൽ ലഭിക്കും. ഇന്ത്യക്ക് അകത്താണെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ 25,000 രൂപയാണ് സഹായം. അപകടത്തിൽ സ്ഥിരമോ പൂർണ്ണമോ ആയിട്ടുള്ള ശാരീരിക വൈകല്യം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുകയായ 5 ലക്ഷം രൂപ ലഭിക്കും. ഭാഗിക വൈകല്യങ്ങൾക്ക് പോളിസി ഷെഡ്യൂൾ പ്രകാരമുള്ള നഷ്ടപരിഹാരമായിരിക്കും ലഭിക്കുക. 1 വർഷമാണ് പോളിസിയുടെ കാലാവധി. ഓരോ വർഷവും ആരോഗ്യ അപകട ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. ആർക്കൊക്കെ നോർക്ക കെയറിൽ എൻറോൾ ചെയ്യാൻ കഴിയുമെന്ന് കൂടി നോക്കാം. നോർക്ക കെയർ വിദേശത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിലും ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർക്കും കുടുംബത്തിനുമായുള്ള പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രവാസി കേരളീയർക്കെല്ലാം നോർക്ക കെയറിൽ എൻറോൾ ചെയ്യാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ള ആർക്കും മെഡിക്കൽ പരിശോധനകൾ കൂടാതെ തന്നെ എൻറോൾ ചെയ്യാം. എന്തൊക്കെയാണ് രേഖകൾ വേണ്ടത് എന്ന് കൂടി നോക്കാം. നോർക്ക ID കാർഡ്, അതുപോലെ തന്നെ NRK ID കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ID കാർഡാണ് എൻറോൾ ചെയ്യാനായിട്ട് ആവശ്യമായി വരേണ്ടത്. നോർക്ക ID കാർഡ്, നോർക്ക ഇൻഷുറൻസ് കാർഡ്, സ്റ്റുഡൻസ് ID കാർഡ് എന്നിവ ആവശ്യമാണ്. അവ നിശ്ചിത തുക അടച്ച് സ്വന്തമാക്കാനും 3 വർഷമാണ് ഇതിന്റെ സാധു ആയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ അതായത് പൈസ അടച്ച് നമുക്കത് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം എന്തെല്ലാം എന്ന് കൂടി നമുക്ക് നോക്കാം. കുറഞ്ഞ പ്രീമിയം തുക മാത്രം അടച്ചുകൊണ്ട് പ്രവാസികൾക്കും കുടുംബത്തിനും കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി 14,000-ലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം നേടാമെന്നതാണ് ഏറ്റവും വലിയ പ്രയോജനം. എളുപ്പത്തിൽ എൻറോൾ ചെയ്യാനുള്ള സൗകര്യം, നോർക്ക റൂട്ട്സിന്റെ വിശ്വാസ്യതയുള്ള പിന്തുണ എന്നിവയും പ്രധാനമാണ്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നോർക്ക കെയറിനായുള്ള ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ നോർക്ക ID കാർഡ് നമ്പർ അല്ലെങ്കിൽ NRK ID കാർഡ് നമ്പർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് കാർഡ് നമ്പർ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ സമർപ്പിക്കുക, പ്രീമിയം അടച്ച് പദ്ധതിയിൽ അംഗമാവുക. കൂടുതൽ വിവരങ്ങൾ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർക്ക ഹെൽപ്പ് ലൈൻ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. നോർക്ക കെയർ മൊബൈൽ ആപ്പ് വഴിയും പദ്ധതിയുടെ ഭാഗമാകാം. പദ്ധതി സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പർ നമുക്ക് ലഭ്യമാണ്. അതിൽ വിളിക്കാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പർ ഒന്ന് പറയാമോ? 1800-425-3939 എന്ന ഇന്ത്യയിൽ നിന്നും 8802-012-345 എന്ന വിദേശത്ത് നിന്ന് മിസ്ഡ് കോൾ സർവീസിലും ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ച് അറിയാൻ നോർക്ക കോൺടാക്ട് സെന്ററുമായും ബന്ധപ്പെടാവുന്നതാണ്.
തീർച്ചയായിട്ടും ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അസുലഭ നിമിഷം തന്നെയാണ്. നമുക്ക് ഈ പോളിസിയൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മരിക്കാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറാകണമെന്ന്. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ്, അതങ്ങനെയല്ല. ആശുപത്രിയിൽ നമ്മൾ കയറുമ്പോഴും മനസ്സിലാകുള്ളൂ നമുക്ക് പണത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതെ, പല കുടുംബത്തിലും മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്, മക്കളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുന്ന തുകയൊക്കെ തന്നെ ഈ ആരോഗ്യ ഘട്ടത്തിൽ ചിലവാകുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും പറയുന്ന ഒന്നാണ്, ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോഴിതാ നോർക്കയുടെയാണ്. നോർക്ക എന്ന് പറയുമ്പോൾ രാജ്യം സംസ്ഥാനം ഒന്നടങ്കം ഒത്തുനിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് കബളിപ്പുകൾ ഒന്നുമില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള തെറ്റായ കള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അറിയില്ല ഒന്നും. എന്തായാലും നിങ്ങൾ ഈ പ്രീമിയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. ഇനി നമുക്ക് മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. UAE-യിലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുവെന്നും ഇക്കാര്യം ഗൗരവപൂർവ്വം നിരീക്ഷിച്ചു വരികയാണെന്നും UAE ദേശീയ അടിയന്തര പ്രതിസന്ധി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ അടുത്ത ആഴ്ച പകുതി വരെ രാജ്യത്തെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം ഉണ്ടാകുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനായി മുൻകരുതലുകൾ സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. ഫെഡറൽ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം നടത്തിവരികയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ഏത് സംഭവവികാസങ്ങളെയും നേരിടാൻ പൂർണ്ണമായി തയ്യാറാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശക്തമായതോ മിതമായതോ ആയ മഴ, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ എന്നിവയാണ് കാലാവസ്ഥാ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 10 മുതൽ ഒക്ടോബർ 14 ചൊവ്വാഴ്ച വരെ UAE-യിൽ തെക്ക് നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വികാസം ഉണ്ടാകും എന്നാണ് UAE നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഇക്കാരണത്താൽ താരതമ്യേന തണുത്തതും ഈർപ്പമുള്ളതുമായ വായുവിനൊപ്പം ഉയർന്ന അളവിൽ ന്യൂനമർദ്ദവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയരത്തിനനുസരിച്ച് ശക്തിപ്പെടുന്ന താഴ്ന്ന മർദ്ദ സംവിധാനങ്ങളാണ് ഉയർന്ന അളവിലെ ന്യൂനമർദ്ദങ്ങളെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ന്യൂനമർദ്ദങ്ങൾ ഇരുണ്ട മേഘാവൃതമായ കാലാവസ്ഥയുമായി മഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കടൽ പ്രക്ഷുബ്ധമാകുന്നതിനും ഉയർന്ന തിരമാലകൾക്കും തിരശ്ചീന ദൃശ്യപരത കുറയുന്നതിനും കാരണമാകുന്നു എന്ന് NCM ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സൗദി വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ തബൂക്ക് നഗരത്തിന് സമീപം അൽവജിഹിനടുത്ത് ബദായിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം മധുര മാങ്കോട് കുമ്മിൾ കനാറ പുത്തൻ വീട്ടിൽ അരുൺ സുരേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ജൂലൈ 14-ന് അരുൺ ഓടിച്ചിരുന്ന ഡൈന വാഹനം എതിർവശത്തുനിന്ന് വന്ന ട്രെയിലറിൽ കൂട്ടിയിടിച്ച് അഗ്നിബാധയിൽ പൊള്ളലേറ്റാണ് അദ്ദേഹവും കൂടെയുണ്ടായിരുന്ന സുഡാൻ പൗരനായ മറ്റൊരു ഡ്രൈവറും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. അഗ്നിബാധയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ മൃതദേഹം DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. 2 മാസത്തോളം നീണ്ടുനിന്ന നിയമ നടപടികൾക്കും ഫോറൻസിക് പരിശോധനകൾക്കും ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കാനായത്. ദമാമിലെ അഞ്ചോദ് മുഹമ്മദ് അൽ ഹർബി ട്രേഡിംഗ് കമ്പനിയിൽ ട്രക്ക് ഡ്രൈവറായിരുന്ന അരുൺ അവിവാഹിതനാണ്. അച്ഛൻ പരേതനായ സുരേഷ്, അമ്മ സതി, സഹോദരി അഖില. യാംബു നവോദയ ജീവകാരുണ്യ കൺവീനർ AP സക്കീറിന്റെ നേതൃത്വത്തിൽ രക്ഷാധികാരി അജോ ജോർജ്, സാമൂഹ്യ പ്രവർത്തകർ ഷാജി, മാസ് തബൂക്ക്, ജീവകാരുണ്യ കൺവീനർ അബ്ദുൽ ഹക്ക്, ദമാ നവോദയ ജീവകാരുണ്യ വിഭാഗം അംഗം നാസ് വക്കം എന്നിവരുടെ സഹകരണത്തോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വഴി MPമാരായ A റഹീം, അടൂർ പ്രകാശ് എന്നിവരുടെയും ഇടപെടലുണ്ടായി. അപകടം നടന്ന ദിവസം അൽ ഫജ്ഹിലെ KMCC പ്രവർത്തകരും സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പാണ് ഈ ഒരു മരണമുണ്ടായത്. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് അവസാനമായ വീട്ടിലേക്ക് എത്താനായി കഴിഞ്ഞത്. ഇനി കാലാവസ്ഥയാണ്. UAE-യിൽ അടുത്ത ചൊവ്വാഴ്ച, അതായത് ഒക്ടോബർ 14 വരെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്ത് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പൂർണ്ണ സജ്ജരായി. ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകിയ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ NCEMA, ആഭ്യന്തര മന്ത്രാലയം, മറ്റ് പങ്കാളിത്ത സ്ഥാപനങ്ങൾ എന്നിവയുടെ ഏകോപനത്തോടു കൂടിയാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത്. വടക്ക് കിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴ, തെക്ക് നിന്നുള്ള ഉപരിതല ന്യൂനമർദ്ദവും ഉയർന്ന തലത്തിലുള്ള ന്യൂനമർദ്ദവും തണുപ്പുള്ളതും ഈർപ്പമുള്ളതുമായ വായുവും ചേർന്നുള്ളതാണെന്നും കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് പ്രധാന കാരണം. മേഘരൂപീകരണം വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലും മഴമേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മഴയും കാറ്റും ഉണ്ടാകും. വിവിധ തീവ്രതയിലുള്ള മഴയും അതിനോടനുബന്ധിച്ച് ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാഴ്ചാപരിധി കുറയും എന്നുള്ളതും ഒരു കാരണമാണ്. കാരണം ശക്തമായ കാറ്റുണ്ടാകും. പൊടിപടലങ്ങൾ പറന്നുയരാനും കാഴ്ചാപരിധി കുറയാനും സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകും. ജാഗ്രതാ നിർദ്ദേശം. മഴമേഘങ്ങളുടെ സാന്നിധ്യത്തിൽ അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകളുടെ ഉയരം വർദ്ധിക്കും.
കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്ന് NCEMA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. കാലാവസ്ഥാ മാറ്റങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിടാൻ ഫെഡറൽ, പ്രാദേശിക അധികാരികൾക്കിടയിൽ ശക്തമായ ഏകോപനം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും NCEMA വ്യക്തമാക്കിയിട്ടുണ്ട്. UAE താമസക്കാർ ഔദ്യോഗിക ചാനലുകളിലൂടെ NCM പുറത്തിറക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്ന് NCEMA അഭ്യർത്ഥിച്ചു. മഴ പെയ്യുന്ന സമയങ്ങളിൽ വെള്ളക്കെട്ടുകൾ പ്രദേശങ്ങൾ ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും സാധ്യമായ ഏത് പ്രതിസന്ധി ഘടകങ്ങളെയും നേരിടാനും എല്ലാ വിഭാഗങ്ങളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലർക്കും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഒരു പുച്ഛമാണ് കാണുന്നത്. പക്ഷേ കൃത്യമായ മുന്നറിയിപ്പുകൾ അത് വ്യക്തമായി തന്നെ മുന്നോട്ട് പോവുക. കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മഴക്കെടുതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അത് ഒരു പരിധിവരെ നമുക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജാഗ്രത കൈക്കൊള്ളാമല്ലോ. അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ എപ്പോഴും ആവർത്തിക്കുന്നത്. മറ്റു വാർത്തകളുമായി കാണാം. നമസ്കാരം.